ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല, ഒരു ഫോൺ പോലും. അത് അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ, ബാർ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് രാവിലെയും VD സതീശനുമായി പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം യോജിപ്പാണെന്നോ വിയോജിപ്പാണെന്നോ പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും കൗതുകരമായ കാര്യം. ഈ വിഷയം തങ്ങളുമായി ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് ഈ വിഷയം പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു, അനുകൂല നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു നിലപാടുമായി രംഗത്ത് വന്നത്. ആ വിഷയത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കുന്നംകുളത്ത് വെച്ച് വീണ്ടും ആരാഞ്ഞത്. പക്ഷേ ആ വിഷയത്തിൽ ഒരു നിലപാട് തുറന്നു പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. യോജിപ്പാണോ വിയോജിപ്പാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ മറുപടി പറയാൻ കഴിയില്ല. തങ്ങളുമായി യാതൊരു തരത്തിലുള്ള ആലോചനയും നടത്തിയില്ല. പക്ഷേ അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ബാറുകളുടെ സമയം ഏകീകരിക്കാൻ ആലോചിക്കുന്നതായി അറിയാമായിരുന്നു, ബാർ ഉടമകൾ തന്നെ വന്ന് കണ്ടിരുന്നു, അവരോടും പക്ഷേ നിലപാടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സർക്കാർ മന്ത്രി MP രാജേഷ് ഒരു ഫോൺ കോൾ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് MP രാജേഷിനോട് പറയുന്നത്. വിരട്ടലൊന്നും വേണ്ട എന്നും പറയുന്നു.